الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم صدق الله. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവാക്കുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഈ ഖുതുബയിലും അതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ഖുതുബ കേട്ടവർക്ക് ചില കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഒരു പ്രത്യേക ശൈലി സ്വീകരിച്ചുകൊണ്ട് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള നല്ല ഉപദേശമായിരുന്നു ആ ആയത്തുകളിൽ ഉണ്ടായിരുന്നത്. അതിന്റെ തുടർച്ചയെന്നോണം വീണ്ടും അതേ ഇൻഫാക്കിനെ തന്നെ പറയുകയാണ്. ചിലവാക്കുക എന്നാണല്ലോ ഇൻഫാക്കിന്റെ അർത്ഥം. ഏത് മേഖലയിൽ ചിലവാക്കുന്നതും ഇൻഫാക്ക് തന്നെ. നല്ല മാർഗത്തിൽ ചിലവാക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചിലവാക്കലാവും. നല്ല മാർഗം എന്ന് പറഞ്ഞാൽ തെറ്റല്ലാത്ത മാർഗം. വെറുതെ ഒരാൾക്ക് കൊടുക്കുന്നതും ഇൻഫാക്കാണ്. വീട്ടുചെലവ് നടത്തുന്നതും ഇൻഫാക്കാണ്. പോറ്റി വളർത്തൽ നിർബന്ധമായ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്നതും ഇൻഫാക്കാണ്. കച്ചവടത്തിന് ഉപയോഗിക്കുന്നതും കൃഷിക്ക് ഉപയോഗിക്കുന്നതും വ്യവസായശാലകൾ സ്ഥാപിക്കുവാൻ വേണ്ടി ചെലവാക്കുന്നതുമൊക്കെ ഇൻഫാഖ് ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിലെ ചെലവാക്കലാണ്. ചെലവാക്കുന്ന മനുഷ്യന് അതിന്റെ നേട്ടമുണ്ടാകും എന്നതുപോലെ ഒരുപാട് അത് സ്വീകരിക്കുന്ന ആളുകൾക്കും നേട്ടമുണ്ടാകും.
മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കുമൊക്കെ അദ്ദേഹം ചെലവാക്കുന്നതിനുള്ള നേട്ടങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. അതാണ് വിശാലാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലെ ചെലവാക്കൽ. തുടർച്ചയിൽ പറയുന്നത് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്, നമ്മെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ ഖുതുബയിലും എവിടെയോ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്തായ നമ്മെ പരിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ് വിളിച്ചിട്ടുള്ളത്. യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്നൊരു പ്രയോഗം ഖുർആനിലില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ചൂണ്ടിക്കാണിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയും. യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്ന ഒരു അഭിസംബോധന ഖുർആനിലില്ല. യാ അയ്യുഹല്ലദീന ഹാദൂ എന്നുണ്ട്. അതേപോലെ തന്നെ യാ അയ്യുഹൽ നബിയ്യു എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ റസൂൽ എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ അനുയായികളായ നമ്മെ ഖുർആൻ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ്. നമ്മളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അങ്ങനെ എന്നെ വിളിക്കും, മോമിനീങ്ങളെ. അംഫിഖൂ മിൻ തയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയതിലെ നല്ലത് നിങ്ങൾ ചെലവാക്കണം. അധ്വാനിച്ചുണ്ടാക്കിയത്, അധ്വാനം ഏതുമാകാം. കച്ചവടവും ആ അധ്വാനത്തിൽപ്പെട്ടതാണ്. കച്ചവടത്തിന് സക്കാത്ത് നമ്മൾ പറയുമ്പോൾ അതിന് ഖുർആനിലെ ഏക തെളിവ് ഈ ആയത്താണ്. കച്ചവട സക്കാത്തിനെ കുറിച്ച് ഖുർആനിലോ ഹദീസിലോ ഇല്ലല്ലോ. അള്ളാഹു അത് കൈകാര്യം ചെയ്തിട്ടില്ല, റസൂലും അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ആ നിയമം തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണ്ടെന്നല്ല, ഖുർആനിലാകുള്ള തെളിവിതാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് മിൻ തയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നല്ലതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കണം. ആ അധ്വാനത്തിൽ പെടും കച്ചവടം എന്നതുകൊണ്ട് കച്ചവടവും വ്യവസായവും ഒക്കെ അതിൽപ്പെടും, കൃഷിയും അതിൽപ്പെടും. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം മുളപ്പിച്ചു തന്ന പുറപ്പെടുവിച്ചു തന്നതിൽ നിന്നും നിങ്ങൾ ചെലവാക്കണം. നല്ലത് അത്രയും പറഞ്ഞു വെച്ചിട്ട് നല്ലതല്ലാത്തത് നിങ്ങൾ ചെലവഴിക്കാൻ ഒരുങ്ങരുത് എന്ന ഒരു താക്കീത് അവിടെ നൽകുന്നുണ്ട്. വല തയമ്മമുൽ ഖബീസ മിന്നു തുൻഫിഖൂൻ വലസ്തും ബിആഖിരിഹി ഇല്ലാ തുമിലൂ ഫീ, നിങ്ങൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത മോശപ്പെട്ട സാധനം നിങ്ങൾ കൊടുക്കാനും ഒരുങ്ങരുത്. ഇങ്ങോട്ട് കിട്ടുമ്പോൾ വാങ്ങുന്നത് വളരെ വെറുപ്പോടുകൂടിയാണ് നിർബന്ധിതാവസ്ഥയിലെങ്കിൽ അങ്ങനത്തെ മോശപ്പെട്ട സാധനം നിങ്ങൾ ആർക്കും കൊടുക്കാനും നിങ്ങൾ ഒരുങ്ങരുത്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളോട് ചെലവാക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ ചെലവാക്കി ശീലിക്കണം, നിങ്ങൾ തന്നെ ഉണ്ടാക്കി ശീലിക്കണം, നിങ്ങൾ തന്നെ വളർത്തണം. പരശുതമ്പുരാന്റെ അനുഗ്രഹവും നിങ്ങളുടെ അധ്വാനവും ഒത്തുചേരുമ്പോൾ നിങ്ങൾക്ക് വളരാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളൊരു മൂലയിൽ മുക്കിൽ വേണ്ടാതെ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല, വികസനവും ഉണ്ടാവുകയില്ല. പരശുതമ്പുരാന് നിങ്ങളാരും അധ്വാനിക്കാതെ തന്നെ തരാനൊക്കെ കഴിയും. അങ്ങനെ ഇനി അവൻ തരികയും ചെയ്യും. നമ്മളെക്കാൾ കൂടുതൽ അംഗസംഖ്യ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ കൂടുതൽ അംഗങ്ങളുണ്ടാകും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ. നരകത്തിലാണെങ്കിൽ അവിടെ ഉണ്ടാവും ഒരുപാടാണ്. പക്ഷെ അവിടെ ഒന്നും ആരും അധ്വാനിച്ചിട്ടല്ലോ തിന്നാനും കുടിക്കാനും കൊടുക്കുന്നത്. ആരെ കൊണ്ടും അള്ളാഹുവോട് അധ്വാനിപ്പിക്കുന്നില്ല. അപ്പൊ അധ്വാനിക്കാതെ തന്നെ മനുഷ്യന് ആവശ്യമുള്ളത് നൽകാൻ കഴിയാത്തവനല്ല അള്ളാഹ്. പക്ഷെ അങ്ങനെ നിങ്ങളെ അധ്വാനിച്ച് അധ്വാനശീലമുള്ളവരാക്കി മാറ്റിയിട്ട് നിങ്ങൾ തന്നെ ഒന്നിൽ നിന്ന് 10, 100, 1000, 700, 700,000 അങ്ങനെ 70,000 വരെ ഉണ്ടാക്കണം. അത് നിങ്ങളെ പണിയാണ്. നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്.
അതിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അറിയണം, നിങ്ങൾ അല്ലാഹുവിന് ഇതൊന്നും ആവശ്യമില്ല, നിങ്ങളെ ആരെയും ആശ്രയിക്കേണ്ടതുമില്ല എന്നല്ല, ഒന്നിനെയും അവൻ ആശ്രയിക്കേണ്ടതില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ പുകഴ്ത്തലും വാഴ്ത്തലും ഒക്കെ കിട്ടാനാണോ? ലോകരക്ഷിതാവായ അല്ലാഹു അവൻ പഠിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളുടെയും വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും അങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളും അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ 4 മനുഷ്യന്മാരെ അവനെ വാഴ്ത്തിയിട്ടില്ലെങ്കിൽ അവനൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണ് ഈ പറയുന്നത്, അല്ലാതെ അള്ളാഹുവിന് എന്തെങ്കിലും കിട്ടാനല്ല. അതുകൊണ്ട് കൊടുക്കുന്നത്, നിങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടാത്ത മോശപ്പെട്ട സാധനം കൊടുക്കാൻ നിങ്ങൾ ഒരുങ്ങരുത്, ചിലവാക്കാൻ ഒരുങ്ങരുത്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഏറ്റവും നല്ലതായിരിക്കണം നിങ്ങൾ ചിലവാക്കേണ്ടത്. നിങ്ങൾ വിളവെടുപ്പ് നടത്തിയാൽ ഏറ്റവും നല്ല ധാന്യമാണ് നിങ്ങൾ വിത്തായി ഉപയോഗിക്കാറുള്ളത്, ഏറ്റവും നല്ലത്. അപ്പോഴല്ലേ അതിന് പ്രത്യുൽപാദനം കൂടുകയുള്ളൂ. ഉദാഹരണം ഒന്ന് മതിയല്ലോ. ഇനി വേറൊരാൾക്ക്, പാവപ്പെട്ട ഒരു മനുഷ്യന് നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നിങ്ങളൊരു സഹായം ചോദിച്ചാൽ അതും കൊടുക്കുന്നത് ഏറ്റവും നല്ലത് കൊടുക്കണം, വെറുതെ കൊടുക്കുകയാണെങ്കിൽ പോലും. അപ്പോ നല്ലതായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളെ ചെലവാക്കാനുള്ള നിങ്ങളുടെ വൈമനസ്യം അത് ലുബ്ധിൽ നിന്നുണ്ടാകുന്നതാണ്. ലുബ്ധ് ശൈത്താന്റെ ഉപദേശത്തിൽപ്പെട്ടതാണ്. അശൈത്താന് യഅ്ദുകുമുൽ ഫഖർ. ശൈത്താനാണ് നിങ്ങളോട് ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയൊക്കെ ചെയ്യുന്നത്. ദരിദ്രനായി പോകും കൊടുത്താൽ എന്ന് നിങ്ങളെ പേടിപ്പിക്കുന്നത് ശൈത്താനാണ്. എന്നാലോ വയമുറുക്കും ബിൽ ഫഹ്ശാ, നീചമാർഗത്തിൽ ആ സമ്പത്ത് ചെലവാക്കാൻ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു പ്രയോഗമാണല്ലോ അത്. ലുബ്ധിനെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന ശൈത്താൻ ആ സമ്പത്ത് ഫാഹിഷാത്ത്, മുങ്കറാത്ത്, നിഷിദ്ധമായ കാര്യങ്ങളിൽ ചിലവാക്കാൻ അവൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സിമ്പിൾ, വളരെ ലളിതമായ ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മുടെ കർമ്മജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. കൊടുക്കാൻ നമുക്ക് മടിയാണ്, ചെലവാക്കാൻ നമുക്ക് മടിയാണ്, പേടിയാണ് നമുക്ക് ദാരിദ്ര്യം. എന്റെ കുട്ടിയുടെ കല്യാണം വന്നു, ആ കല്യാണം വന്ന് ക്ഷേമമാക്കണം, ഞാൻ ആവശ്യത്തിനപ്പുറവും ചെലവാക്കും, ആവശ്യമില്ലാതെയും ചെലവാക്കും. ആകപ്പാടെ ഒരു കല്യാണം നടത്താൻ, എന്റെ മകളെ കല്യാണം നടത്താൻ ഇസ്ലാം കണ്ടുവച്ച ലളിതമായ രീതി. 2 സാക്ഷികൾ, കുട്ടിയുടെ രക്ഷിതാവ്, കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ. ആ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ നേർക്ക് നേരെ കുട്ടിയുടെ പിതാവോ രക്ഷിതാവോ അയാളുടെ മുമ്പിലിരുന്നിട്ട് അദ്ദേഹം കേൾക്കുകയാണ് ആ രക്ഷിതാവിൽ നിന്ന്, എന്റെ മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നു, നീ തന്ന മഹർ 1 പവൻ മഹറാണ്, അത് വാങ്ങിക്കൊണ്ട്. തൃപ്തിപ്പെട്ടു, ഞാനത് സ്വീകരിച്ചു, തീർന്നു. ഭാര്യയും ഭർത്താവും. അവിടെ പുരോഹിതനില്ല, പാതിരിയില്ല, പൂജയില്ല, നെയ്യില്ല, നെയ്വിളക്കില്ല, പൂമാലയില്ല, കട്ടില് ചുറ്റലില്ല, മാലയിടലില്ല. ഇത്ര ലളിതമായ ഒരു വിവാഹ രീതി പടച്ച തമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് മുത്തുമോമിനികളെ നമ്മൾ കല്യാണം നടത്തുന്നത് എങ്ങനെയാണ്? നമ്മളോടൊന്ന് ചോദിക്കാം. അടിപൊളി എന്നാണല്ലോ പറയാറുള്ളത്. ഏറ്റവും ഭാഷ എങ്ങനെ ചിറ്റയായോ അങ്ങനെ തന്നെയാണ് മനുഷ്യനും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാതെ, നല്ലതിനെങ്കിൽ ആരെങ്കിലും പറയുമോ? അത് ബുദ്ധിയുള്ള മനുഷ്യൻ അടിപൊളി എന്ന് പറയും. അടിച്ചു പൊളിക്കാന്ന് നല്ലതെന്ന് പറയാം, അടിച്ചു പൊളിക്കാന്ന് തകർക്കലല്ലേ.
പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. കുപ്പായം നിലനിന്നിട്ടാൽ പോലും അടിപൊളി കുപ്പായനാണ്. മനുഷ്യന്റെ ഭാഷ ചീത്തയാകുന്നതനുസരിച്ച് അവന്റെ ജീവിതവും ചീത്തയാകുന്നു, സ്വഭാവവും ചീത്ത. അടിപൊളി കല്യാണം. ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ടാണ് ആ കല്യാണം നടത്തുന്നത്. അവിടുത്തെ പാട്ടുകച്ചേരിക്ക് തന്നെ ഒരുപാട് ലക്ഷം, ആ പന്തലിനും അതേപോലെ, മറ്റു ഒരുക്കങ്ങൾക്കും അതേപോലെ. ആ കല്യാണം നടത്തുന്നവന്റെ വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു കുടില്, വീടല്ല ഒരു കുടില്, ആ കുടില് നിറഞ്ഞു നിൽക്കുന്ന 4 പെൺകുട്ടികൾ. ആ പെൺകുട്ടികളെ കെട്ടിച്ചു പോകാൻ വളരെ ചെറിയ സഹായം ഇവിടെ ചെലവാക്കിയതിന്റെ 10-1 കൊടുത്താൽ ഒരു കുട്ടിയെ കെട്ടിച്ചു. ഇവിടെ ചെലവാക്കിയതിന്റെ പകുതി കൊടുത്തിരുന്നുവെങ്കിൽ ആ 4 കുട്ടികളെയും കെട്ടിച്ചു പോകുമായിരുന്നു. അശ്ശൈത്താൻ യഅ്ദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. കൊടുത്താൽ തൊലഞ്ഞു പോകുമല്ലോ എന്ന ആശങ്ക ശൈത്താൻ, പിശാച് നിങ്ങളിൽ ഉണ്ടാക്കുന്നു. എന്നിട്ടും ആ പിശാച് തന്നെ ഇതേപോലെയുള്ള വേണ്ടാവൃത്തികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. എത്ര നല്ല ഒരു ഉപദേശം, എത്ര നല്ല പ്രയോഗം. നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തിരുത്തേണ്ടതാണ്. തിരുത്തേണ്ടത് നാട്ടുകാരും സാധാരണക്കാരുമായ പാവങ്ങളല്ല, തിരുത്തേണ്ടത് കൊലകൊമ്പന്മാരായ മുതലാളിമാരാണ്. അവരാണ് തിരുത്താത്തത്, അവരാണ് നാശമുണ്ടാക്കുന്നത്. എല്ലാവരെയല്ല, നല്ലവരുണ്ടാവും. അവരുടെ കുട്ടിയെ കെട്ടിക്കാൻ അവരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം ദൂർത്തടിച്ചുകൊണ്ട് നടത്തിയിട്ട് ഇപ്പുറത്തൊരാള് പാവപ്പെട്ടവൻ, അയാളെക്കാൾ ചെറിയ ഒരാള് പിന്നെ അത് നോക്കുകയാണ്. പിന്നെ ആളുകളെടുത്തുനിന്ന് പിരിവെടുത്തിട്ട് കല്യാണം നടത്തുന്നവർ പോലും അടിപൊളി കല്യാണമാണ് നടത്തുന്നത്. ദൂർത്ത്, ദുർവ്യം. സമ്പന്ന വിഭാഗം ഇതിൽ നിന്ന് ഒഴിവായാൽ സാധാരണക്കാരായ മനുഷ്യർ ഒഴിവായി എന്ന് വരാം. പിന്നെ ഈ പിരിവെടുത്ത് നടത്തുന്ന കല്യാണം, അതും വലിയ കല്യാണം നടത്തും. ആഘോഷങ്ങളില്ലെങ്കിലും വലിയ സദ്യയൊക്കെ ഉണ്ട്. ആളുകൾ പറയല് വന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കാശ് കൊടുക്കുന്നവൻ അവിടെ പോയി ചോറ് തിന്നണോ? ചോറ് വേണ്ടാന്ന് പറഞ്ഞോളെ. ചോറ് വേണ്ട എനിക്ക്, ഞാൻ അവിടെ കൊണ്ടേ കൊടുക്കാനുള്ള കാശ് കൊണ്ടേ കൊടുത്ത് പോകുന്നുള്ളേ, വീട്ടിലുണ്ടല്ലോ ചോറ്. ആ മനസ്സ് നമുക്കുണ്ടാവില്ല. പോയിട്ട് നല്ലപോലെ തിന്നുകയും ചെയ്യും. എന്നിട്ടൊരു 10, 100, 50 കൊടുത്തിട്ട് പോരുകയും ചെയ്യും. വേണമെങ്കിൽ 10 ആളെ കൂടെ കുട്ടികൾ ഉൾപ്പെടെ കൊണ്ടുപോവുകയും ചെയ്യും. ആ ചെലവ് അതോടുകൂടി അയാൾ കൊടുത്ത കാശിനേക്കാൾ കൂടുതൽ അയാൾ തിന്നിട്ടുണ്ടാവും. അതിന് വേണ്ട ചില ഈ പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ കുട്ടീനെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മളെയൊക്കെ വിളിച്ചത്. അതുകൊണ്ട് നമ്മളവിടെ പോവുക, അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോരാ. ആ കല്യാണം നടത്തുന്ന ആൾക്കും അങ്ങനെ ചിന്തിക്കാം, ഞാൻ ആളുകളെടുത്ത് കാശ് വാങ്ങിയിട്ടാണ് ഈ കുട്ടിയെ കെട്ടിക്കുന്നത്. അത് ഓർക്കല്ല ചോറ് വെച്ചു കൊടുക്കാനല്ല അവർ കാശ് തരുന്നത്. ആ കുട്ടിക്ക് ആവശ്യത്തിനുള്ള എന്തെങ്കിലും വാങ്ങാനാണ്. അതുകൊണ്ട് ഇവിടെ ചോറൊന്നും ഉണ്ടാവില്ല, അവിടെ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കട്ടൻ ചായയും ബിസ്ക്കറ്റും ഉണ്ടാവും. എന്താ മുത്ത മോമിനികളെ, അബീവന്മാരെ, അങ്ങനെ ഒന്നാണ് തൃപ്തിപ്പെട്ടൂടെ നമുക്ക്? ഇല്ല. തൃപ്തിപ്പെടാൻ നമ്മൾ സന്നദ്ധരല്ല. മാറ്റങ്ങൾക്ക് നാം തയ്യാറല്ല. മാറ്റങ്ങൾ വേണം അവനിൽ, എന്നിലല്ല. എന്നിൽ മാറ്റം വേണമെന്ന് ചിന്തിക്കുമ്പോഴേ നമ്മൾ നന്നാവും. അവനിൽ മാറ്റം വരണമെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മൾ നന്നാവില്ല. അവനിൽ മാറ്റം വരണമെങ്കിൽ ഞാൻ മാറി കാണിച്ചു കൊടുക്കണം. ഞാൻ മാറി കാണിച്ചു കൊടുക്കുമ്പോൾ അവനിൽ മാറ്റമുണ്ടാകും. അശ്ശൈത്താൻ യഅ്ദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅ്ദുകും മഗ്ഫിറത്തൻ. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് പാപമോചനമാണ്. മാത്രമല്ല കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഔദാര്യവും അവൻ വാഗ്ദാനം ചെയ്യുന്നു. കൊടുത്താൽ നഷ്ടപ്പെടുകയില്ല, വെറുതെ കൊടുത്താലും നഷ്ടപ്പെടുകയില്ല. പ്രത്യുൽപാദന മേഖലയിൽ ചെലവാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നഷ്ടപ്പെടുകയില്ല. നഷ്ടമുണ്ടാകില്ല എന്നാണ് അള്ളാഹ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ എന്താണോ കൊടുത്തത് അത് അതിനേക്കാൾ കൂടുതൽ ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും.
ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ആളുകളെ സന്മാർഗത്തിലാക്കാനൊന്നും നിനക്ക് കഴിയില്ല. ആളുകളാണ് വിചാരിക്കലുണ്ട്. കുറെ ആൾക്കാരെ വിളിച്ചിട്ട് വലിയൊരു സദ്യ നടത്തി കഴിഞ്ഞാൽ അവരൊക്കെ നാളെ മുതൽ ഇങ്ങോട്ട് സന്മാർഗത്തിൽ വരും. വേറെ ആർക്കെങ്കിലും ഒന്നാണ് വാരിക്കൊരി കൊടുത്താൽ അതൊക്കെയാണ് സന്മാർഗത്തിൽ വരുന്ന വിചാരം. അങ്ങനെ വലിയൊരു സദ്യയാണ് നടത്തി. എന്നിട്ട് എല്ലാവരെയും കണ്ട് വിളിച്ചു, വലിയ വലിയ ആൾക്കാരെ, ആവശ്യക്കാരിൽ നിന്നല്ലട്ടോ വിളിക്കുക. വിളിക്കൽ അവിടുത്തെ ഏറ്റവും വലിയ ആളാരാണ് അവരെ നോക്കിയിട്ടാണ് വിളിക്കുക. ഈ വലിയ ആളെ നോക്കിയിട്ട് വിളിച്ച് സദ്യ കൊടുക്കുന്നതിനെ മുഹമ്മദ് നബി ശപിക്കുകയാണ് ചെയ്തത്. ബീസത്തിൽ വലീമ എന്നാണ് നബി പറഞ്ഞത്. ശപിക്കപ്പെട്ട വലീമ, സദ്യ. ആവശ്യമില്ലാത്തവരെ വിളിക്കുകയും ആവശ്യക്കാരനെ അവഗണിക്കുകയും ചെയ്യുന്ന വലീമ. സദ്യ ഉണ്ടല്ലോ, സദ്യ. അത് എന്ത് സദ്യയായാലും വിരോധമില്ല. നിങ്ങൾ നോമ്പിന് കൊടുത്താലും നോമ്പുറക്കാൻ വേണ്ടി കൊടുത്താലും വേണ്ടിയില്ല, പെരുന്നാളിന് കൊടുക്കുന്നാലും വിരോധമില്ല, ഓണത്തിന് കൊടുക്കുന്നാലും വിരോധമില്ല. ആവശ്യമില്ലാത്തവരെ വിളിച്ച് ആവശ്യക്കാരനെ അവഗണിക്കുന്ന വലീമ ശപിക്കപ്പെട്ട വലീമയാകുന്നു. അള്ളാന്റെ റസൂൽ അതാ പറഞ്ഞു. അള്ളാന്റെ റസൂലിനെ ഇഷ്ടമല്ല. നമ്മൾക്ക് തോന്നിയല്ലേ ആൾക്കാർക്ക് വെച്ച് ബിരിയാണി കൊടുത്താൽ അവരൊക്കെ നാളെ മുതൽ സന്മാർഗത്തിൽ വരും. ഈ എന്ത് പൊട്ടത്തരായിട്ട്. സദ്യ കൊണ്ട് മനുഷ്യൻ നന്നാവൂ. സദ്യ കൊടുക്കാൻ വിരോധമില്ല, പക്ഷെ അവഗണിക്കാൻ പാടില്ല ആരെയും. നല്ല നല്ല യോഗ്യരായ മനുഷ്യരിങ്ങനെ സദ്യക്ക് വേണ്ടി വരുമ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടാവും, ഇങ്ങനെ പാവമായി വരുന്നു. അദ്ദേഹത്തിന്റെ തുണി മുഷിഞ്ഞതായിരിക്കും, ഉടുപ്പ് മുഷിഞ്ഞതായിരിക്കും. അദ്ദേഹം അങ്ങോട്ട് വരുന്നത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ്. മറ്റവർ വന്നത് പിരായി കൊണ്ടാണ്. ഇവര് വിളിച്ചാൽ എങ്ങനെ പോകാതിരിക്കുക? ഇപ്പൊ കേട്ടി വിളിച്ചല്ലോ നോമ്പ് തുറക്കാൻ, ഞാനെങ്ങനെയാ പോകാതിരിക്കുക? അനക്ക് വേണ്ട ആവശ്യമില്ല ആളെ വീട്ടിലുണ്ട്. പക്ഷേ മറ്റവൻ വരുന്നത് പാവപ്പെട്ടവൻ, പഠിച്ചവനെ ഇവിടെ പ്രവേശനം കിട്ടുകയില്ലേ? ഒന്ന് കിട്ടിയെങ്കിൽ ഒന്ന് വയറ് നിറച്ച് തിന്നാമായിരുന്നു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കയറി വരുന്നവനെ അവിടെ ഉണ്ടാവും പാറാവുകാര്. എന്നിട്ട് കയറാൻ പാടില്ലട്ടോ. എങ്ങോട്ടാണ് ഈ തടഞ്ഞത്? തിന്നാൻ ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന മനുഷ്യനെ ഭക്ഷണത്തളികയിലേക്ക് തടയുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ വലിയ ക്രൂരത, ഇതിനേക്കാൾ വലിയ മുഴുമ, ഇതിനേക്കാൾ വലിയ അക്രമം മറ്റെന്താണ്? അത് നടത്തണ്ട. നിങ്ങൾ സദ്യ നടത്തണ്ടെന്നാ പറയുന്നത്. നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരാരാണോ അവരെ പരിഗണിച്ചുകൊണ്ട് നടത്തണം. ഞാനതാണ്. ഞാൻ റമളാൻ നോമ്പ് വിളിക്കാൻ, നോമ്പ് തുറക്കാൻ ആളുകൾ വിളിച്ചാൽ റമളാൻ കഴിയട്ടെ പറയൽ. നോമ്പ് തുറക്കാൻ വിളിക്കുമ്പോൾ പറയൽ നോമ്പ് കഴിഞ്ഞിട്ട്, റമളാൻ കഴിഞ്ഞിട്ട്. കാരണം എനിക്ക് നോമ്പ് തുറക്കാൻ എന്റെ വീട്ടിലുണ്ട്. പിന്നെ ഞാൻ എന്തിനാ വരെ ഇറങ്ങാറായി വരപ്പോണത്? അതേപോലെ വീട്ടിലുള്ള ഒരുപാട് ആളുകളില്ലേ, വീട്ടിൽ നോമ്പ് തുറക്കാനില്ലാത്തവരുമില്ലേ? തെരഞ്ഞു പിടിക്കുവാൻ നമ്മൾ സന്നദ്ധരായോ? പാവപ്പെട്ടവന്റെ വീടുകളിലേക്ക് വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് ആ വീടുകളിൽ നോമ്പ് തുറക്കാനുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നുണ്ടോ? സദ്യ നടത്താൻ മുമ്പിൽ കൊള്ളുന്നവർ ആരായാലും അതാണ് വേണ്ടത്. നിന്റെ ചുറ്റുവട്ടാരത്തിൽ കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിൽ നോമ്പ് തുറക്കുവാൻ മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അവിടെ കയറി ചെന്നുകൊണ്ട് അവർക്ക് നോമ്പ് തുറക്കാൻ കൊടുക്കുക. അതാണ്. നോമ്പാണെങ്കിലും ശരി, സദ്യയാണെങ്കിലും അതാണ്. ഞാൻ വയറ് നിറച്ച് തിന്നുകയല്ലോ. വയറ് നിറച്ച് തിന്നുന്നതിന് മുമ്പ് എന്റെ അയൽവക്കക്കാരൻ പട്ടിണിയിലാണോ എന്ന് അന്വേഷിക്കണം. ഞാനൊരു മോമിനാണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ടോ? അത് നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ല. അതൊന്നും ചെയ്യാതെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നല്ല സദ്യ നടത്തി എന്ന് പറയാൻ വേണ്ടി ഒരു സദ്യ, വലിയ കല്യാണം നടത്തി എന്ന് പറയാനൊരു കല്യാണം. അള്ളാഹു അതിനെക്കുറിച്ച് വലിയ താക്കീതാണ് നൽകുന്നത്. അത് എന്റെ അടുത്ത ഖുത്ബയിലെ വിഷയമായിരിക്കും, ഇസ്രാഫ്. ഇൻഷാ അല്ലാഹ്. ഇവിടെ പറയുന്നത് മനുഷ്യ സമൂഹത്തിലൊരു ശീലം വളർന്നു വരേണ്ടതുണ്ട്. ആ ശീലം എന്താണെന്ന് ചോദിച്ചാൽ, വെറുതെ ആരെങ്കിലും തരുന്നത് വേണ്ട എന്ന് പറയുന്ന ശീലം. വേണ്ട എന്ന് പറയുന്ന ശീലം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആര് വിളിച്ചാലും പോകണം എന്നതാണ് നമ്മൾ അതിന് തെളിവായി കൊടുക്കൽ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത 6. അതിൽ വൈദാ ദാഅക ഫജിബുഹു,
നിന്നെ ക്ഷണിച്ചാൽ നീ ഉത്തരം ചെയ്യണം എന്ന്, അതായത് സദ്യക്ക് വിളിച്ചാൽ പോകണം എന്ന് ആ വാക്കിനോട് ബന്ധമൊന്നുമില്ലാത്ത പോലുമില്ലാത്ത പരിഭാഷ കൊടുത്തു. അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇതാ ദായക പജിബു, നിന്നെ വിളിച്ചാൽ വിളി കേൾക്കണമെന്ന്. കേട്ടി അബ്ദുറഹീമേന്ന് വിളിച്ചാൽ എന്തോ വിളിച്ചത് ഓയ്, എന്നിട്ട് അവിടെ ചെല്ല, എന്തിനാങ്ങൾ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക. അതാണ് അള്ളാന്റെ റസൂല പറഞ്ഞത്. അതിനെ തിന്നാൻ വിളിച്ചാൽ പോകണമെന്നാക്കി. കാരണം ഇത് അല്ലെങ്കിൽ തന്നെ ഇബിത്തതായാൽ പത്താലോ വഴത്തനാബിഹൽ അക്കാലോ, കുറെ വിട്ടികൾ ഇത് കെട്ടിയുണ്ടാക്കി, കുറെ തീറ്റിക്കൊലിയന്മാർ അതിൽ വളരെ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു. ഈ ഇബിത്തതായാൽ ബത്താലോൻ വഴത്തനാബിഹൽ അക്കാലോൻ പൂർവിക പണ്ഡിതന്മാര് പറഞ്ഞതാ. തബക്കാത്തു ഷെഹറാനിയിൽ ഇമാം ഷെഹറാനി അങ്ങനെ പറഞ്ഞു. എന്നാൽ നടക്കുന്ന കുറെ സമ്പ്രദായങ്ങൾ പറഞ്ഞുകൊണ്ട്, ആ സമ്പ്രദായം ഞാൻ പറയില്ല, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതൊക്കെ തീറ്റി സമ്പ്രദായം ആയതുകൊണ്ട് അദ്ദേഹം പറയാം, ഈ ബുദ്ധരാൽ ബത്താലോൻ കുറെ വിട്ടികൾ ഇതുണ്ടാക്കി, വഴത്തനാബിഹൽ അക്കാലോൻ തീറ്റിക്കൊരിയന്മാരാണ് അതിൽ കൂടുതൽ പരിഗണിച്ചത്. ശരിയല്ലേ? ഒഴിതാക പതിവോ, നിന്നെ വിളിച്ചാൽ വിളി കേൾക്കണം എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് തിന്നാൻ വിളിച്ചാൽ പോണെന്നാക്കി അർത്ഥം മാറ്റിയാൽ എന്താ കാട്ടുക? എനിക്ക് വേണ്ടാന്നാണ് പറയാ, എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. എന്നിട്ട് തിന്നാൻ കൊടുക്കുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കുക. നമുക്കറിയാമല്ലോ, മഹാനായ സൂഫി ഇബ്രാഹിം ഉൽ അദ്ഹം, അദ്ദേഹം ഒരു വലിയ ഭരണാധികാരിയായിരുന്നു. അവിടെ നിറങ്ങിപ്പോന്ന അദ്ദേഹത്തിന് അള്ളാഹുമായി വല്ലാത്ത ബന്ധമായിരുന്നു, നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഷക്കീഖ്, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഷക്കീഖ് ബൽഖി, നല്ല കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി പോകും. മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. ഒരു പ്രാവശ്യം കച്ചവടത്തിന് പോയിട്ട് വളരെ വേഗം തിരിച്ചു വന്നു. ഇബ്രാഹിം അദമിനെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, എന്താണ് നീ ഇത്ര പെട്ടെന്ന് പോകുന്ന ഷക്കീഖ്? അതെ, ഞാനൊരു സംഭവം ഉണ്ടായി, അത് പറയാം. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറി. ഒരു മരത്തിന്റെ ചോട്ടിൽ ഞാൻ വിശ്രമിക്കുമ്പോൾ അതിന്റെ താഴെ ഒരു പക്ഷി, കണ്ണ് കാണൂല, അതിന് നടക്കാനും വയ്യ, കൈകാലുകൾ കാലിന് സ്വാധീനമില്ല. അങ്ങനെ ആ പക്ഷി അവിടെ ജീവിക്കുന്നു. ഞാൻ അവിടെ ആലോചിച്ചു, പഠിച്ചവനെ ഈ വിജലമായ സ്ഥലത്ത് ആരായി പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത്? കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ ഒരു പക്ഷി തൊണ്ടിൽ ഭക്ഷണവുമായി വന്നു. ഈ പക്ഷിന്റെ വായിൽ വെച്ചു കൊടുത്തു. പിന്നെയും പറന്നു, പിന്നെയും കൊണ്ടുവന്നു. ഇത് 2-3 വട്ടം അങ്ങനെ കൊണ്ടുവരുന്നയാൾ കണ്ടു. ഇതിന് തിന്നാൻ കൊടുക്കുകയാണ് വേറെ പക്ഷി. ഇബ്രാഹിം അത് കണ്ടുകൊണ്ട് ഞാൻ മടങ്ങിപ്പോകുന്നതാണ്. ഈ പക്ഷിക്ക് തിന്നാൻ കൊടുക്കുന്ന അള്ളാഹു ഇങ്ങനെ, പിന്നെ ഞാൻ എന്തിനായി ഇടങ്ങേറായി കച്ചവടത്തിന് നമുക്ക് പോണത്? എനിക്കല്ല തരൂലേ? അത് കേട്ടപ്പോ ഇബ്രാഹിം അദ്ദേഹം ചിരിച്ചിട്ട് ചോദിച്ചു, അല്ല മനുഷ്യ, നീ എന്താ ഇങ്ങനെ ചിന്തിച്ചത്? നീ എന്തിനാ വേറൊരാള് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പക്ഷി കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് സ്വീകരിച്ച് തിന്നുന്ന പക്ഷിയെപ്പോലാകാൻ നിൽക്കുന്നത്? അത് കൊണ്ടേ കൊടുക്കണ പക്ഷിയെപ്പോലല്ലേ നീ ആകേണ്ടത്? അതിന് തിന്നാൻ കൊണ്ടേ കൊടുക്കുന്ന പക്ഷിയെപ്പോലാകാനായിരുന്നില്ലേ നീ ശ്രമിക്കേണ്ടിയിരുന്നത്? മറ്റേ പക്ഷി കൊണ്ടുവരുന്നത് അതിനെ സ്വീകരിക്കുന്ന പക്ഷിയെപ്പോലെ. എന്താ നീ ഇങ്ങനെ ചിന്തിച്ചത് ചോദിച്ചു. അദ്ദേഹം ഉടനെ വീണ്ടും യാത്രയായി, കച്ചവടത്തിന് വെച്ചു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നീ തീറ്റുന്നവനാകണം. മറ്റുള്ളവർ തിന്നിട്ട് ബാക്കി വെച്ചത് തിന്നുന്നവനോ, മറ്റുള്ളവർ തരുമ്പോൾ അത് വാങ്ങി തിന്നുന്നവനോ ആകരുത്. കുൻ അസദൻ മൂക്കിലൻ ഉലാത്തക്കുൻ ദീപം മുത്തവക്കയാൻ. തിന്നാൻ കൊടുക്കുന്ന, ബാക്കി ഭക്ഷണം കഴിച്ച് ബാക്കി ഇട്ടിട്ട് മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്ന ഒരു സിംഹത്തെ പോലെയാകണം നീ. ആ ബാക്കിയായത് തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറുനരിയെ പോലെ ആവരുത് നീ. സിംഹം പോയിട്ട് വേണം തിന്നാൻ കാത്തു നിൽക്കുക. അതുകൊണ്ട് മറ്റൊരാൾ തരുന്നത് വാങ്ങുക എന്നതല്ല, വാങ്ങാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ അഭിമാനം. ആയിരത്തി അഫ്കറിനി, എന്നെക്കാൾ ആവശ്യക്കാർക്ക് കൊടുക്ക്, തരുമ്പോൾ എന്നെക്കാൾ ആവശ്യക്കാർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ശീലം
അതാണ് ഇസ്ലാം വളർത്തിയത്. അൽ യദുൽ ഉല്യ ഖൈറും മിൻ യദിസ് സുഫ്ല. മുകളിലെ കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ ഖൈറ്. കൊടുക്കുന്ന ശീലമാണ് വാങ്ങുന്ന ശീലത്തെക്കാൾ ഖൈറ്. അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്ന ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം. ആ മനസ്സ് വളർന്നു വരുമ്പോഴാണ് അധ്വാനശീലം ഉണ്ടാകുന്നത്. അധ്വാനശീലം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക വർധനവിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. ഇസ്ലാം പലിശ നിരോധിച്ചല്ലോ. പലിശ നിരോധിച്ചത് കേവലം ചൂഷണം എന്ന അടിസ്ഥാനത്തിൽ മാത്രമല്ല. ചൂഷണം എല്ലാത്തിലുമുണ്ട്. കച്ചവടക്കാരൻ ചൂഷണം ചെയ്യുന്നില്ലേ? ആവശ്യക്കാരന്റെ ആവശ്യം ചൂഷണം ചെയ്യുന്നില്ലേ? 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് 15 രൂപ വിൽക്കുമ്പോൾ ചൂഷണമല്ലേ അത്? അപ്പൊ കേവലം ചൂഷണമല്ല. കച്ചവടക്കാരൻ അധ്വാനിക്കുന്നു, മറ്റേത് മേഖലയിൽ ധനം ചെലവാക്കുന്നവരും അധ്വാനിക്കുന്നു. അതേ സമയത്ത് അധ്വാനിക്കാതെ ഒരു കട്ടിലിൽ മാത്രം കിടന്നുകൊണ്ട് പൈസ ഇങ്ങനെ പറഞ്ഞേക്കുക. എന്നിട്ട് രാത്രിയും പകലും ആ പൈസ വർദ്ധിപ്പിക്കുക. പലിശക്കാരൻ പറയല് എന്റെ കാശ് പകലും രാത്രിയും അതിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവനൊരു പണിയെടുക്കില്ല. മനുഷ്യന്റെ അധ്വാനം ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. മനുഷ്യന്റെ അധ്വാനം. ആ അധ്വാനം നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് പലിശ ശക്തമായി നിരോധിച്ചത്. ചൂഷണം മാത്രമല്ല, അതും നമ്മുടെ അടുത്ത ഖുത്ബയിലെ വിഷയമായിരിക്കും. അതുകൊണ്ട് അധ്വാനശീലം വളർത്തിയെടുക്കുവാനാണ് ഇൻഫാഖ്, ചെലവാക്കുക എന്ന് പറയുന്ന അടിത്തറയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് വലിയൊരു സാമ്പത്തിക വ്യവസ്ഥിതി, ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു സാമ്പത്തിക ക്രമം ലോകത്തിന് കാഴ്ചവെച്ചു കൊടുത്തു. അതിന്റെ അടിത്തറ ഇൻഫാഖാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവാക്കലാണ്. അതുകൊണ്ട് ചെലവാക്കുന്നത് ഉപകാരപ്പെടണം, അനാവശ്യമാകരുത്, അധികമാകരുത്, ആവശ്യത്തിന് തികയാതെയും ആകരുത്. സർവശക്തനായ അള്ളാഹു കാര്യങ്ങൾ വേറിട്ട് മനസ്സിലാക്കി നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവും തൗഫീഖും നമുക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹ്.